അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, ബസീറായ ഖദീറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് സുഹൃത്തുക്കൾ ചെയ്യണമേ എന്ന് സുഖത്തോടുന്ന പോലെ നമ്മൾ ഓരോരുത്തരോടും നിർത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് അറബി അക്ഷരങ്ങളുടെ വിഭാഗങ്ങളെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിയത്. ചില അക്ഷരങ്ങൾക്ക് ചില വിഭാഗമായ രീതിയിൽ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് മാറ്റപ്പെടുന്നു. അതിലൊന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഹുറൂഫുൽ ഹൽഖ ആറെണ്ണമാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. തൊണ്ടയിൽ നിന്ന് വരുന്ന 6 അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ ഹംസ, ഹ, ഐൻ, ഹ, സെന്റർ, ഗൈൻ, ഖ അതിന് മുകളിൽ നിന്ന് വരുന്നു. ഈ 6 അക്ഷരങ്ങൾക്കും നിങ്ങൾ അതിന്റെ മുന്നിൽ വരുന്ന അക്ഷരങ്ങളോ അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന അക്ഷരങ്ങളിലേക്കോ ഒരിക്കലും ലയിപ്പിൽ ചേർക്കാൻ പാടില്ല. അതിന് ഉദാഹരണം ഞാൻ ഹംസക്കും എല്ലാത്തിലും ഞാൻ ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞു. അംഹിൽഹും റുവൈദ, അംഹിൽഹും റുവൈദ എന്ന് പറഞ്ഞാൽ അംഹിൽഹും. അപ്പോൾ ഹ ഒക്കെ വന്നപ്പോൾ അതൊരിക്കലും കൂട്ടിച്ചേർത്ത് അമിൽഹും എന്ന രീതിയിലേക്ക് കൂട്ടിച്ചേർത്ത് വായിക്കരുത്. അത് വ്യക്തമായി എടുത്തെടുത്ത് പറയേണ്ടതാണ്. അതാണ് ഹുറൂഫുൽ ഹൽഖിന്റെ അക്ഷരങ്ങൾ എന്നുള്ളത് നാം മനസ്സിലാക്കിയതാണ്. ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. അടുത്ത ഹുറൂഫുൽ ഖൽഖൽ, ഇതൊരു വിഭാഗമാണ്. ഈ അക്ഷരങ്ങൾ നമ്മളൊരു സൂചകം പഠിച്ചിരുന്നു. ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ നൽകപ്പെടുമ്പോൾ അവ മുഴപ്പിച്ച് പറയുക എന്നുള്ളതാണ്. അപ്പോൾ വഖഫ് ചെയ്ത് നിർത്തുന്ന സന്ദർഭത്തിൽ ഇത് പറയുമ്പോൾ അത് മുഴപ്പിച്ച് പറയുക എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ഉദാഹരണം സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്തിരുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാ ദാല് വന്നപ്പോൾ അഹദ്. പക്ഷെ വേറെ അക്ഷരങ്ങൾ വരുമ്പോൾ അങ്ങനെ ഉച്ചരിക്കാറില്ല, സുക്കൂൻ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ. അതാണ് ഖുതുബ് ഖല എന്ന് പറയുന്നു. അവസാനമായി നാം മനസ്സിലാക്കിയത് ഹുറൂഫുൽ ലീനാണ്. ഇത് മദ്ദക്ഷരങ്ങൾ 3 എണ്ണമാണെന്ന് നാം പഠിച്ചിരുന്നു. എന്താണ് മദ്ദക്ഷരങ്ങൾ? ഒരു അക്ഷരത്തെ അല്ലെങ്കിൽ നീട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിനാണ് ഉപയോഗിക്കുന്നത് മദ്ദക്ഷരങ്ങൾ. അലിഫ്, വ, യ, ഈ 3 അക്ഷരങ്ങൾ. പക്ഷെ അതിൽ അലിഫ് ഒഴിച്ച് ഈ വാവിനും യാനും ഹർക്കത്തുകൾ വരും. ഫതഹ് വരും, കസ്ർ വരും, ബമ്മ വരും, സുക്കൂൻ വരും. ഇതൊക്കെ വരുമ്പോൾ അവക്ക് ഒരു പ്രത്യേക രൂപം നിങ്ങൾ വിഭാഗങ്ങൾ പഠിക്കുമ്പോൾ, അക്ഷര വിഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ട്. വാവിന് മുന്നിൽ ഏതെങ്കിലും അക്ഷരത്തിന് ഫതഹ് വരിക, വാവിനും യാനും സുക്കൂന് വരിക എങ്കിൽ അവക്ക് നിങ്ങൾ ലൈറ്റ് ആയിക്കൊണ്ട് ഹുറൂഫുൽ ലീൻ ലൈറ്റ് ആയിക്കൊണ്ട് പാരായണം ചെയ്യണമെന്നുള്ളതാണ്. എങ്ങനെയാണത്? ഒരു ഉദാഹരണം, ജൗഫ് വാവിന് സുക്കൂനാണ്, ജൗഫ്, ബൈത്ത് അല്ല യാന് സുക്കൂനാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന അക്ഷരങ്ങൾ വളരെ സോഫ്റ്റ് ആയിക്കൊണ്ട് പാരായണം. സൂറത്ത് ഖുറൈശ് ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള ഹുറൂഫുൽ ലീൻ എന്ന് കാണാൻ സാധിക്കും. ഇവർക്ക് സുക്കൂൻ നൽകപ്പെടുമ്പോൾ ലൈറ്റ് ആയിക്കൊണ്ട് അതിന് മുന്നിൽ ഫതഹും വരണം എങ്കിൽ അത് ലൈറ്റ് ആയിക്കൊണ്ടാണ് പാരായണം ചെയ്യപ്പെടുക എന്നുള്ളത് നാം മനസ്സിലാക്കി. ഇനി അടുത്തത് ഹുറൂഫുൽ ഇസ്തിഅ്ലാലാണ്. നാവ് ഉയർന്നു പോകുന്ന അക്ഷരങ്ങൾ. നാവ് ഉയർന്നു പോകുന്ന അക്ഷരങ്ങൾ അത് 7 എണ്ണമാണ് എന്ന് നാം മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അത് വിശദീകരിച്ച കൂട്ടത്തിൽ ഇസ്തിഫാൽ ജസ്റ്റ് ഞാൻ ഇന്ന് പറഞ്ഞു പോയുള്ളൂ. പക്ഷെ അത് അങ്ങനെ പറഞ്ഞു പോകേണ്ടതല്ല. അതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ വേറൊരു കാറ്റഗറി ആയിട്ട് തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റൊരു കാറ്റഗറി ആയിട്ട് തന്നെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വിട്ടത്. അപ്പൊ അതില് 7 അക്ഷരങ്ങൾ. ഖുസ്, ലഗത്തിൻ, ഖിബ. ഇങ്ങനെയാണ് ഒരു ഷോർട്ട് സൂചകമായിട്ട് പറഞ്ഞിരുന്നത്. ഖുസ്സ, ലഗത്തിൻ, ഖിബ. അപ്പൊ ഖ, സ്വാദ്, ദാദ്, ഗൈൻ, ത്വ, ഖാഫ്, ല ഇങ്ങനെയുള്ള ഈ 7 അക്ഷരങ്ങൾ അവയെ ഉച്ചരിക്കുമ്പോൾ അവ നമ്മുടെ നാവ് ഉയർന്നു നിൽക്കുന്നു എന്നാണ്. അതാണ് ഇസ്തിഅ്ലാ, ഉയർന്നു പോകുന്ന എന്ന രീതിയിൽ അർത്ഥം വരുന്നത്. അപ്പോൾ ഖ നമ്മുടെ നാവ് ഫതഹ് ഇട്ട് കൊടുത്തു, ഖ നാവ് ഉയർന്നു നിൽക്കുകയാണ്. സ്വ, അതേപോലെ തന്നെ ദ, അതേപോലെ തന്നെ ഗ, അതേപോലെ തന്നെ ത്വ, അതേപോലെ ഖ, വ ഇതൊക്കെ പറയുമ്പോൾ നാവ് ഉയർന്നു നിൽക്കുന്നു. ഇനി നമുക്ക് ഇസ്തിഫാൽ, എന്താണ് ചരിച്ചു ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ? ഇസ്തിഫാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഇസ്തിഅ്ലാന്റെ 7 അക്ഷരങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും എന്താണ്? അത് ഇസ്തിഫാലാണ്.
ചെരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. താഴോട്ട് പോകുന്ന അക്ഷരങ്ങളാണ്. അലിഫ് നമ്മുടെ നാവ് താഴോട്ട് നിൽക്കുന്നത്. ബ ത സ. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് മലയാളികളായ നമ്മൾ അറബി ഉച്ചരിക്കുമ്പോൾ ഒരിക്കലും മലയാളത്തോട് സാദൃശ്യപ്പെടരുത്. പലപ്പോഴും മലയാളത്തിൽ ബ ഉണ്ട്, അതേപോലെ തന്നെ താ ഉണ്ട്, അതേപോലെ തന്നെ ജീമുണ്ട്, ജായൊക്കെ ഉണ്ട്. പക്ഷെ അതേ രൂപത്തിലല്ല നമ്മൾ അറബി പറയേണ്ടത്. അപ്പോൾ ബ എന്ന് പറയുന്ന രീതിയിലല്ല. ഒരു ബേയിലേക്കും പോകരുത്, ബായിലേക്കും വരരുത്. ബ ആണ്, ബേ അല്ല ബായുമല്ല, ബ. അങ്ങനെയാണ് ബ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ബൈത്ത് ബൈത്ത്, നമ്മൾ മലയാളത്തിൽ ബൈത്ത് പറയുന്നത് ബൈത്ത് ബൈത്ത് എന്ന് പറയാം. പക്ഷെ അറബിയിലേക്ക് വരുമ്പോൾ ബൈത്ത് ബൈത്ത്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. അതാണ് ഇസ്തിഫാലിന്റെ അക്ഷരങ്ങൾ എന്ന് പറയാനുള്ള കാരണം. ചരിച്ചുകൊണ്ടാണ് ഉച്ചരിക്കപ്പെടുക. ബ ത സ ജ ഹ. പിന്നീട് അടുത്ത മൂന്നാമത്തെ ഇതിൽ വരുന്നത് ഹോ. അത് പറയുമ്പോൾ നമ്മൾ ഇസ്തിഅലാലിലേക്ക് ചേർത്തപ്പെടണം. ഇപ്പൊ ഹോ നമ്മുടെ അക്ഷരത്തിന്റെ രൂപം തന്നെ മാറി അല്ലെ, ഉയർന്നു പോകും. നമ്മൾ ദാൽ ദാൽ റാ സ സീൻ ഷീൻ. പിന്നീട് പറയുമ്പോൾ സ്വ. നമ്മുടെ വായ നിറച്ച് നമ്മുടെ നാവ് ഉയർന്നു വരികയാണ്, സ്വാദ്. ഇനി അടുത്ത അക്ഷരമോ ബോ. അപ്പോഴും തന്നെയാണ് നമ്മുടെ നാവ് ഉയർന്നു നിൽക്കുന്നു, വായ നിറച്ചു വിടുന്നു. ത്വ. അപ്പോഴും നമ്മുടെ നാവ് ഉയർന്നു നിൽക്കും. അപ്പോൾ ഇതൊക്കെ ഇസ്തിഅലാലിന്റെ അക്ഷരങ്ങളാണ്. ല അത് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഐൻ നമ്മുടെ നാവ് താഴത്തെ പോവുക. പിന്നെ നാവ് മുകളിലോട്ടാണ് പോകുന്നത്, വൈൻ. അപ്പോൾ ഇസ്തിഅലാലിന്റെ അക്ഷരമാണത്. ഫ. പിന്നെ ഓ അത് പറയുമ്പോൾ മുകളിലോട്ട് പോകുന്നു. അപ്പോൾ 7 അക്ഷരങ്ങളായി. കാഫ് ലാം മീം നൂൻ ഹ വ യ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഓരോ അക്ഷരങ്ങളും മഖ്റജ് അനുസരിച്ചുകൊണ്ട് നാം അക്ഷരങ്ങൾ പറയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ വ്യക്തത നമ്മളിലേക്ക് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഫാലിന്റെ അക്ഷരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് പൂർണ്ണമാക്കിയ രീതിയിൽ നല്ല സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഖുർആൻ ആസ്വദിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ആളുകൾ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇസ്തിഅലാലിന്റെ അക്ഷരങ്ങൾ കൃത്യമായി പഠിക്കുക. ഇസ്തിഅലാലിന്റെ അക്ഷരങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ ഇസ്തിഫാൽ എന്താണെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല അത് മനസ്സിലാക്കി ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുകയും ഖുർആനോട് ഇഷ്ടമുള്ള ആളുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.